back to Agan Learning. This is SJ from Agan. So, നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ട്രക്ചർ ഓഫ് ആറ്റം അതിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് പോയി കാണാം. നമ്മൾ ഇന്നിതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ഹൈ മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ്ലി ഒന്ന് ജസ്റ്റ് ചെറിയൊരു ഡിഫറൻസിൽ മാറ്റി മാറ്റി ചോദിക്കാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കരുതിക്കൊണ്ട് തന്നെ പഠിച്ചിട്ട് മാത്രം നമ്മുടെ എക്സാംസിന് പോവുക. അപ്പോൾ ഓണം എക്സാമിന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങാൻ ഇതാ റെഡി ആയിരുന്നുള്ളൂ. യെസ്, മൂവിങ് ഓൺ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഈ 3 ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയും ആരാണ് കണ്ടുപിടിച്ചത്? ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ചാർജും പഠിച്ചു വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മാച്ച് സ്യൂട്ടബ്ലി, അനുയോജ്യമായ രീതിയിൽ ചേർത്തെഴുതുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെയിം ഓഫ് സയന്റിസ്റ്റ് തന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാരുടെ പേര്. നെയിം ഓഫ് പാർട്ടിക്കിൾസ്, കണങ്ങളുടെ പേര്. ചാർജ് ഓഫ് പാർട്ടിക്കിൾസ്, കണങ്ങളുടെ ചാർജും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഓക്കെ, ഫസ്റ്റ് വൺ ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ മിസ്റ്റർ ജെയിംസ് ചാഡ്വിക്കിന് എ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, മാച്ച് ചെയ്താൽ മേ ബി ലാസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവില്ല. ജെയിംസ് ചാഡ്വിക് എന്ന സയന്റിസ്റ്റ് ഏത് പാർട്ടിക്കിളാണ് കണ്ടുപിടിച്ചത്? ഓർമ്മയുണ്ടോ? അറിയോ? ഇറ്റ്സ് ന്യൂട്രോൺ. ന്യൂട്രോൺ ആണ് ജെയിംസ് ചാഡ്വിക് കണ്ടുപിടിച്ചത്. ആൻഡ് വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ന്യൂട്രോൺ? ന്യൂട്രോണിന്റെ ചാർജ് എന്തായിരുന്നു? ചാർജ് ഇല്ല, ചാർജ് ലെസ് ആണല്ലേ. ചാർജ് ഇല്ലാത്ത കണമാണ് എന്ത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ജെ ജെ തോംസൺ. ജെ ജെ തോംസൺ ഏതായിരുന്നു? ഏത് പാർട്ടിക്കിളാണ് കണ്ടുപിടിച്ചത്? അത് ഇലക്ട്രോൺ ആണ്. യെസ്, ജെ ജെ തോംസൺ ബി, ഇലക്ട്രോൺ ആണ് കണ്ടുപിടിച്ചത്. എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ്? എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. യെസ്, നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, ലാസ്റ്റ് വൺ റദർഫോർഡ്. റദർഫോർഡ് ഏതായിരുന്നു ആറ്റോമിക് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത്? യെസ്, ഇറ്റ്സ് പ്രോട്ടോൺ. പ്രോട്ടോൺ ആണ് കണ്ടുപിടിച്ചത്. ആൻഡ് പ്രോട്ടോൺ P4 പോസിറ്റീവ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്കിതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. യെസ്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോബാർ ആൻഡ് ഐസോടോപ്പിക് അല്ലേ. എന്താണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഡിഫറെൻറ്റ് മാസ് നമ്പർ സെയിം ആറ്റോമിക് നമ്പർ. ടോപ്പിലുള്ള ആൾക്കാർ ഡിഫറെൻ്റ് ആണ്. ടോപ്പിൽ നമ്മൾ മാസ് നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. യെസ്, നമ്മൾ ഒരു എലമെൻറ്റ് എക്സ് എന്ന് ഒരു എലമെൻറ്റ് എഴുതി കഴിഞ്ഞാൽ മേലെ എ മാസ് നമ്പർ, സെഡ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ടോപ്പിലുള്ള മാസ് നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് ഐസോടോപ്സ് എന്നും താഴെയുള്ള ബേസിലുള്ള അതിനെ നമുക്ക് ഐസോബാർ എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ബേസിലുള്ള ആറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ ഐസോബാർസ് എന്നും പറയും. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒബ്സർവ് ദ സിമ്പിൾസ് ഓഫ് എലമെന്റ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ പെയർസ് ഓഫ് ഐസോടോപ്സ് ആൻഡ് ഐസോബാർ. സ്പെസിഫൈ ദ റീസൺ. വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഇസ് യൂസ്ഡ് ഇൻ ആറ്റോമിക് റിയാക്ടേഴ്സ്? ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഐസോടോപ്പ് പെയർ, ഐസോബാർ പെയർ. നമുക്കറിയാം ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്, ആറ്റോമിക് നമ്പർ സെയിം ആണ്. ഇതിലപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് എഴുതാം. യെസ്, ഐസോടോപ്സ്. ഐസോടോപ്സ് ഏതൊക്കെയായിരിക്കും? നമ്മൾ എന്ത് നോക്കിയാൽ മതി? സെയിം ആറ്റോമിക് നമ്പർ. ആർക്കാണ് സെയിം ആറ്റോമിക് നമ്പർ? കാർബൺ ആണ്. യെസ്, കാർബൺ 6. കാർബൺ 6 വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് മാസ് നമ്പർ ഇസ് 14 and 12. ഇതാണ് ഐസോടോപ്പിക് പെയർ. അടുത്തതായിട്ട് ഐസോബാർ. ഏതായിരിക്കും ഐസോബാർ? എന്തായിരിക്കും? സെയിം മാസ് നമ്പർ ആണ്. ഇവിടെ ഏതൊക്കെയാണ്? ആർഗൺ വിത്ത് 40 mass number and 18 atomic number, and calcium with the 40 mass number and atomic number 20. ഐസോബാറും ഐസോടോപ്പും എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ആ റീസൺ എഴുതുക. മാസ് നമ്പർ സെയിമും അതേപോലെ ആറ്റോമിക് നമ്പർ സെയിം എന്നുള്ള റീസൺ എഴുതുക, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്. നെക്സ്റ്റ് ആണ് ഹൈഡ്രജൻ്റെ ഏത് ഐസോടോപ്പാണ് ആറ്റോമിക് റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നത്? ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലേ. അതിൽ ഡ്യൂട്ടീരിയം ആണ് എന്ത് ചെയ്യുന്നത്? ആറ്റോമിക് റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെവി വാട്ടർ അതാണ് ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് ഫോം ആണ്. ഈ ഹെവി വാട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐസോബാർ, ഐസോടോപ്പ് രണ്ടാമത്തെ ടോപ്പിക്കായി. യെസ്, അപ്പോൾ ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് യെസ്
ഐസോടോപ്സ് ആൻഡ് ഇറ്റ്സ് യൂസസ്. നമുക്കിവിടെ കുറച്ച് യൂസസ് തന്നിട്ടുണ്ട്. ആ യൂസസിന് നമ്മൾ ഏത് ഐസോടോപ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ. ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ, ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതാണ്, ഏത് ഐസോടോപ്പാണ്, ഏതാണ് അത്? യുറാനിയം ആണ്. ഇറ്റ്സ് യുറാനിയം 235. നമ്മൾ മാസ് നമ്പർ അവിടെ കാണിക്കണം. ഓക്കെ, അടുത്തതായിട്ട് ടു ഡിറ്റർമിൻ ദി ഏജ് ഓഫ് ഫ്യൂവൽസ്, ഫ്യൂവൽസിൻ്റെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഏത് ഐസോടോപ്പാണ്? കാർബണിൻ്റെ ഐസോടോപ്പാണ്. ദാറ്റ് ഈസ് കാർബൺ വിത്ത് മാസ് നമ്പർ 14. കാർബൺ വിത്ത് മാസ് നമ്പർ 14 ആണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസിലുള്ള ലീക്കേജസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഐസോടോപ്പാണ്? ഇറ്റ് ഈസ് സോഡിയം. സോഡിയം വിത്ത് മാസ് നമ്പർ 24 ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും ഐസോടോപ്സും അതിൻ്റെ യൂസസും. കാർബൺ 14, ഓക്കെ, ഫോസിൽസിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാർബൺ 13 മെറ്റബോളിക് പ്രോസസ്സ്, പ്ലാന്റ്സിലും ആനിമൽസിലും മെറ്റബോളിക് പ്രോസസ്സ്, ജീവൽ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് അയഡിൻ 131 തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻസിനും ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. യുറാനിയം 235 ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൊബാൾട്ട് 60 ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. സോഡിയം 24 പൈപ്പ് ലൈൻസിലെ ലീക്കേജ് കണ്ടുപിടിക്കാനായിട്ട്. അയൺ 59 അനീമിയ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഐസോടോപ്സും യൂസസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ആറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം ഇസ് 16 ആൻഡ് മാസ് നമ്പർ ഇസ് 32. അപ്പോൾ എത്രയാണ് ആറ്റോമിക് നമ്പർ തന്നിട്ടുള്ളത്? ആറ്റോമിക് നമ്പർ 32 ആണ്. ഓക്കെ, സോറി, ആറ്റോമിക് നമ്പർ 16 ആണ്. ആറ്റോമിക് നമ്പർ 16, മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ 32 ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, how many electrons, protons and neutrons are present in this atom? രണ്ടാമത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എന്തായിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്? എത്ര പ്രോട്ടോൺസ് ആയിരിക്കും? നമുക്കറിയാം ആറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എത്രയായിരിക്കും? 16 പ്രോട്ടോൺസ് ആയിരിക്കും. അടുത്തത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക? അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഇസ് ഈക്വൽ ടു ആറ്റോമിക് നമ്പർ ആണ്. അപ്പോൾ ഇലക്ട്രോൺസും 16 ആണ്. അടുത്തതായിട്ട് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. അപ്പോൾ 32 മൈനസ് 16 ഇസ് ഈക്വൽ ടു 16 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ്. എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക? നമ്മൾ ആറ്റോമിക് നമ്പർ 16 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഈ 16 എന്ത് ചെയ്യാണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആക്കി മാറ്റാണ്. നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ബാക്കി എത്രയുണ്ട്? 16ൽ എത്രയാണ് ബാക്കി? 6 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ 6 എണ്ണവും നമ്മൾ ഫില്ല് ചെയ്തു. K, L, M എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്ത സി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഷെൽ ഹാസ് ദി ഹയസ്റ്റ് energy and draw the orbit electron configuration of this atom. ഇതിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ചോദിക്കാറുണ്ട്, ബോർ മാതൃകാ രീതിയിൽ വരയ്ക്കാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ആൻസർ എഴുതണം. അപ്പോൾ ഏതായിരിക്കും ഹയസ്റ്റ്? ന്യൂക്ലിയസിൽ നിന്നും ദൂരം കൂടുന്ന ഷെല്ലിനാണ് എനർജി കൂടുതൽ, ഹയസ്റ്റ് എനർജി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഏത് ഷെല്ലിനായിരിക്കും? അതായത് എം ഷെല്ലിനായിരിക്കും എനർജി കൂടുതൽ. അപ്പോൾ ഏത് ഷെല്ലാണ്? ഇറ്റ്സ് എം ഷെൽ. ഓക്കെ, അപ്പോൾ ഡി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ബോർ മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും? ഫസ്റ്റ് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ 16 പ്രോട്ടോൺസ് ഉണ്ട്, 16 ന്യൂട്രോൺസ് ഉണ്ട്. അടുത്തതായിട്ട് ഒന്നാമത്തെ ഷെൽ. ഓക്കെ, ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ടുള്ളത് എൽ ഷെല്ലിൽ. കെ ഷെൽ കഴിഞ്ഞിട്ട് എൽ ഷെൽ. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? ഓക്കെ, എൽ ഷെല്ലിൽ നമുക്ക് എൽ ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് ആണുള്ളത്. എത്ര ഇലക്ട്രോൺസ് ആണ്? 8 ഇലക്ട്രോൺസ്. 1 2 3 4
5 6 7 8 ലാസ്റ്റ് നമുക്ക് തേർഡ് ഷെൽ ഉണ്ട്. യെസ്, എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? നമുക്കറിയാം 6 ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഈസ് 1 2 3 4 5 6. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത് അങ്ങനെ തന്നെ വരയ്ക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതുകൂടാതെ തോംസൺ മോഡലിനെ പറ്റിയിട്ടും റദർഫോർഡ് ആറ്റോമിക് മോഡലിനെ പറ്റിയിട്ടും ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സിനെ പറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഹൈ മാർക്സ് നിങ്ങൾക്ക് ഇതാ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമേ ഓണം എക്സാമിന് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.